ഹലോ, നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം. ഇനി ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്നത് നല്ലൊരു ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ്. നല്ലൊരു ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പി പോസ്റ്റ് ചെയ്യാനായിട്ട് പലരും ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഈ ഒരു റെസിപ്പി പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. ഇന്നലെ കൂടെ ഒരാൾ സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പി ചോദിച്ചിരുന്നു. ഇത് സ്പോഞ്ച് കേക്ക് അല്ല, എങ്കിലും വളരെ സോഫ്റ്റാണ് കേക്ക്. പക്ഷേ എക്സാക്റ്റ് സ്പോഞ്ച് കേക്ക് അല്ല, പക്ഷെ വളരെ മോയിസ്റ്റായിട്ടുള്ള നല്ലൊരു ചോക്ലേറ്റ് കേക്കാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 1.5 കപ്പ് മൈദ, അതായത് ഓൾ പർപ്പസ് ഫ്ലോറും, 3/4 കപ്പ് കൊക്കോയും, 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും, 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പുമാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ 3/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഇടാം. അല്ലെങ്കിൽ അതിന് വേറൊരു മെത്തേഡുണ്ട്, അത് ഞാൻ അവസാനം പറയാമേ. നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഇതെല്ലാം കൂടി, ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊരു 2-3 പ്രാവശ്യം ഇടഞ്ഞ് മാറ്റി വെക്കുക എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ അതിന് വേണ്ട മൈദ, കൊക്കോ, ബേക്കിംഗ് പൗഡർ, ഉപ്പ് ഇത്രയും ചേർത്ത് നന്നായിട്ട് 2-3 പ്രാവശ്യം ഇടഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിന് വേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ചോക്ലേറ്റ് കേക്കിന് വേണ്ടത് 1/2 കപ്പ് വെജിറ്റബിൾ ഓയിൽ, ഞാൻ സൺഫ്ലവർ ഓയിലാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ 2 മുട്ട, 1/2 കപ്പ് പാല്, റൂം ടെമ്പറേച്ചറിലുള്ള പാല്, 1.5 കപ്പ് പഞ്ചസാര എടുത്തിട്ട് പൊടിച്ച് വെക്കണം, 1/2 കപ്പ് നല്ല ചൂടുള്ള വെള്ളം, പിന്നെ 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ. ഇപ്പം ഞാൻ 9 ഇഞ്ചിൻ്റെ ഒരു സ്ക്വയർ മോൾഡിൽ, കേക്ക് മോൾഡിൽ നന്നായിട്ട് എണ്ണ ബ്രഷ് ചെയ്തിട്ട് ബട്ടർ പേപ്പർ വിട്ട് ലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ പഞ്ചസാര നന്നായിട്ട് പൊടിച്ച് മാറ്റി അതിൻ്റെ ചൂട് മുഴുവൻ മാറിയ ശേഷമേ നമ്മൾ ഈ മുട്ടയിലോട്ട് ചേർക്കാവുള്ളൂ കേട്ടോ. ഇപ്പോൾ നമ്മൾ മുട്ട ബീറ്റ് ചെയ്യാൻ പാകമുള്ള ഒരു പാത്രത്തിൽ 2 മുട്ടയും 1.5 ടീസ്പൂൺ വാനില എസൻസും ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതേ കണ്ടല്ലോ, പഞ്ചസാര നന്നായിട്ട് പൊടിച്ച് അതിൻ്റെ ചൂടൊക്കെ പോയി വന്നിട്ടുണ്ട്. ഇനി കുറേശ്ശെയായിട്ട് മുട്ട പതച്ച് വെച്ചിരിക്കുന്നതിലോട്ട് ചേർത്ത് കൊടുക്കണേ. ഒരു 3-4 ടേബിൾ സ്പൂണിൽ കൂടുതൽ ഒരു സമയത്ത് ചേർക്കാതിരിക്കുന്നതാണ് നല്ലത്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക. വീണ്ടും കുറച്ച് പഞ്ചസാര ഇടുക, വീണ്ടും ബീറ്റ് ചെയ്യുക, പിന്നെയും പഞ്ചസാര ഇട്ട് കൊടുക്കുക. അങ്ങനെ ഒരു 4-5 പ്രാവശ്യമായിട്ട് വേണം ഈ പഞ്ചസാര മുഴുവൻ ബീറ്റ് ചെയ്ത് തീർക്കാനായിട്ട്. അപ്പോഴേക്കും നമ്മുടെ ആ ഒരു ബാറ്റർ നന്നായിട്ട് ഫ്ലഫി ആയിട്ട് വരും. ഇപ്പം നമ്മുടെ പഞ്ചസാരയും മുട്ടയും കൂടെയൊക്കെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാനുള്ളത് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ, ബ്രൂവോ സൺറൈസിൻ്റെയോ നെസ്കഫേയുടെയോ ഏതെങ്കിലും 1 ടീസ്പൂൺ എടുത്തിട്ട് ചൂടുവെള്ളത്തിൽ കലക്കിയിട്ട്, നമ്മൾ മൊത്തം എടുത്തിരിക്കുന്ന ആ ഒരു 1/2 കപ്പ് വെള്ളം ഉണ്ടല്ലോ, നമ്മൾ മൊത്തം പറഞ്ഞിരിക്കുന്ന ആ ഒരു 1/2 കപ്പ് ചൂടുവെള്ളത്തിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ എടുത്തിട്ട് വേണം നമ്മൾ ഈ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഒന്ന് നന്നായിട്ട് കട്ടയില്ലാതെ കലക്കാനേ. ഇനിയിപ്പം നമുക്ക് ചെയ്യാനുള്ളത് കുറേശ്ശെയായിട്ട് പൊടിയിട്ട് കൊടുക്കുക. നമുക്ക് എഗ് ബീറ്റർ ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഈ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ ഹാൻഡ് ബീറ്റർ യൂസ് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. വിസ്കോ അല്ലെന്നുണ്ടെങ്കിൽ സ്പാച്ചുല ഉപയോഗിച്ചോ മിക്സ് ചെയ്യുന്നതാണ് നല്ലത്. കുറേശ്ശെ പൊടിയിട്ട് കൊടുക്കുക, കുറച്ച് പാലൊഴിച്ച് കൊടുക്കുക, വീണ്ടും പൊടിയിടുക, വീണ്ടും പാലൊഴിച്ച് കൊടുക്കുക. പാല് തീർന്നു കഴിയുമ്പോഴേക്ക് ഏറ്റവും അവസാനം ചെയ്യേണ്ടത്, നമ്മൾ ആ കലക്കി വെച്ചിരിക്കുന്ന ആ ചൂടുവെള്ളം ഉണ്ടല്ലോ, അത് ഒന്നുകൂടെ ചൂടാക്കണം. നമുക്ക് കൈ തൊടാവുന്ന ചൂടല്ല, അതിലും ഒരിച്ചിരി കൂടുതൽ ചൂട് വേണം. വളരെ ലൈറ്റായിട്ടുള്ളത് തന്നെ നിങ്ങൾ കണ്ടല്ലോ, പുക വരുന്നത് കണ്ടല്ലോ, ആ ഒരു പരുവത്തിലുള്ള ചൂട് കാപ്പി എടുത്തിട്ട് അതിലോട്ട് കുറേശ്ശെ പകുതി ആദ്യം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് വേഗം തന്നെ മിക്സ് ചെയ്യണേ. ഒരുപാട് നേരം അങ്ങനെ ആ ചൂടുവെള്ളം ഒഴിച്ച് ഇട്ടേക്കരുത്. ആ പകുതി കാപ്പി ആദ്യം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യുക, പിന്നെ കുറച്ച് പൊടിയിടുക, വീണ്ടും കാപ്പി ഒഴിക്കുക. അങ്ങനെ ആ കാപ്പിയുടെ ചൂടാറുന്നതിന് മുമ്പ് 2 പ്രാവശ്യമായിട്ട് ആ കാപ്പി അങ്ങ് ഒഴിച്ച് തീർത്ത് പൊടിയും ഇട്ടങ്ങ് ഫുള്ളായിട്ട് മിക്സ് ചെയ്ത് തീർക്കുക. ഇനിയിപ്പം നമുക്ക് അവസാനമായിട്ട് ഇനി ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഇത് നന്നായിട്ട് ഒന്ന് യോജിപ്പിക്കണം. അത് തന്നെയല്ല, വിസ്കിട്ട് യോജിപ്പിക്കുന്നത് മാത്രമല്ലാതെ നമ്മുടെ റബ്ബർ സ്പാച്ചുല ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ആ ബോളിൻ്റെ അടിഭാഗം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണേ. അല്ലെങ്കിൽ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അവിടെ ഇവിടെയൊക്കെ പറ്റിപ്പിടിച്ചിരിക്കും. അപ്പോൾ അതിൻ്റെ സൈഡും അടിഭാഗവും ഒക്കെ നന്നായിട്ട് ചേർത്ത് ഇളക്കിയില്ലെങ്കിൽ നമ്മൾ ബേക്ക് ചെയ്ത് വരുമ്പോൾ ചിലപ്പം ട്രെയിൽ ഒഴിച്ചു കഴിയുമ്പോഴായിരിക്കും അവിടെ ഇവിടെയും ഡ്രൈ ആയിട്ടിരിക്കുന്നത് കാണുന്നത്. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 3/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയിലോട്ട് 1 ടീസ്പൂൺ വിനീഗർ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നന്നായിട്ടൊന്ന് പതഞ്ഞു വരും. എന്നിട്ട് ബേക്ക് ചെയ്യാൻ പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഈ വിനീഗറും സോഡാപ്പൊടിയും കൂടെയുള്ള ആ ഒരു മിക്സ്ചർ ഈ മാവിലേക്ക് ചേർത്ത് കൊടുത്തിട്ട്, നമ്മുടെ ഈ ബാറ്ററിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ആ വിസ്ക് ഉപയോഗിച്ച് എല്ലായിടവും ഒന്ന് ആകത്തക്കവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുക. വീണ്ടും റബ്ബർ സ്പാച്ചുല ഉപയോഗിച്ച് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ടെന്നുള്ളതൊന്ന് ഉറപ്പ് വരുത്തിയിട്ട് നമ്മളുടെ മോൾഡിലോട്ട് അങ്ങ് ഒഴിച്ച് കൊടുത്താൽ മതി. ഒരു ഇച്ചിരി ലൂസായിട്ടുള്ളൊരു ബാറ്റർ ആയിരിക്കും സാധാരണ മറ്റ് ബാറ്ററുകളെക്കാട്ടി കൂടുതലായിട്ട്. പക്ഷേ നല്ല സോഫ്റ്റായിട്ട് മോയിസ്റ്റായിട്ടുള്ള നല്ല മണമൊക്കെ ഉള്ളൊരു കേക്കാണിത്.
പിന്നെ നിങ്ങൾക്ക് ഏറ്റവും അവസാനം ചെയ്യേണ്ട ഒരു കാര്യം അറിയാമല്ലോ, നമ്മുടെ സ്ക്യൂറോ വല്ലതും ഇട്ടിട്ട് നന്നായിട്ട് അതിൻ്റെ ബബിൾസ് എല്ലാം ഒന്ന് കളഞ്ഞിട്ട് 3-4 പ്രാവശ്യം ടാപ്പ് ചെയ്തിട്ട് 180 ഡിഗ്രിയിൽ മിഡിൽ റാക്കിൽ വെച്ച് ബേക്ക് ചെയ്യണമെന്നാണ് സാധാരണ എല്ലാവരും പറയാറ്. പക്ഷേ എനിക്കങ്ങനെ പറയാൻ പറ്റുന്നില്ല. കാരണം ഓരോ ഓവനും ഓരോ രീതിയിലാണ്. നമ്മളുടെ ഓവൻ്റെ ചൂട് നമ്മൾ തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത്. എനിക്ക് 150ക്കും 160ക്കും ഇടയ്ക്കാണ് കേക്ക് റെഡിയാവുന്നത്. അത് മിഡിൽ റാക്കിലല്ല, മിഡിൽ റാക്കിൻ്റെ തൊട്ട് താഴത്തെ റാക്കിലാണ് വെക്കുന്നത്. ഇപ്പം ദേ നിങ്ങൾ കണ്ടല്ലോ, നല്ല സോഫ്റ്റായിട്ടുള്ള കേക്കാണ്. നല്ലതായിട്ട് ബേക്ക്ഡായി വന്നിട്ടുണ്ട്. ആ സ്ക്യൂർ ഇട്ട് പെതുക്കെ ഒന്ന് കുത്തി നോക്കിയപ്പോൾ അതിലൊട്ടും പറ്റി പിടിക്കുന്നില്ല. അതിനർത്ഥം നന്നായിട്ട് ബേക്ക്ഡ് ആയിട്ടുണ്ടെന്നുള്ളതാണ്. നന്നായിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് വേണം അത് ഡീമോൾഡ് ചെയ്യാനായിട്ട് കേട്ടോ. ഡീമോൾഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ബട്ടർ പേപ്പറൊക്കെ ഇട്ടത് വളരെ ഹെൽപ്ഫുള്ളാണ്. ഒരിടവും പറ്റി പിടിക്കാതെ നല്ല ക്ലീനായിട്ട് ഇങ്ങനെ ഇളകിപ്പോരും. ഇപ്പം നിങ്ങൾ കണ്ടല്ലോ, ഞാൻ എപ്പോഴും കൊക്കോ യൂസ് ചെയ്യുന്നത് നമുക്ക് ഡാർക്ക് കളർ കൊക്കോ കിട്ടും, ലൈറ്റ് കളർ കൊക്കോയും കിട്ടും. ഞാൻ ഇത് രണ്ടിൻ്റെയും 1/4 കിലോ അല്ലെങ്കിൽ 1/2 കിലോ വെച്ച് മേടിച്ചിട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്താണ് ഉപയോഗിക്കുന്നത്. ഡാർക്ക് കളർ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പം ഭയങ്കര അങ്ങ് ഡാർക്ക് കളറായി പോവും, ലൈറ്റാണെങ്കിൽ വളരെ ലൈറ്റുമാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾ ഓർക്കുകയായിരിക്കും, ഈ പാത്രമൊക്കെ വെച്ച്, ഈ പ്ലാസ്റ്റിക് പാത്രമൊക്കെ വെച്ച് ഞാൻ അളവെടുക്കുന്നത് എന്തിനാണെന്ന് അല്ലേ? ഇത് എനിക്കൊരാൾക്ക് കൊറിയർ അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട 2 കുഞ്ഞുങ്ങൾ. അപ്പോൾ ആ പ്ലാസ്റ്റിക് പാത്രത്തിൽ കറക്റ്റായിട്ട് കൊള്ളുന്ന രീതിയിൽ എനിക്ക് മുറിച്ചെടുത്തിട്ട് ഫ്രോസ്റ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അളവെടുക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള അളവെടുത്ത് മുറിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി ഭാഗം പിന്നെയും വേക്കൻ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ പീസസ് ആയിട്ട് നമുക്ക് വെച്ച് കൊടുക്കാമല്ലോ. ഈ കേക്ക് ഉണ്ടാക്കുന്നത് കുഞ്ഞുങ്ങൾക്കായതുകൊണ്ട് തന്നെ ഏറ്റവും സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ഫ്രോസ്റ്റിങ്ങും കൂടെ വെക്കുകയാണ്. ഇത് അത്ര പെട്ടെന്ന് അങ്ങനെ ചീത്തയായി പോവുകയില്ല. 2 ദിവസം കൊറിയറിലൊക്കെ ഇരുന്നാലും ഒരു കുഴപ്പവും വരില്ല. അതുകൊണ്ട് ഞാൻ എടുത്തിരിക്കുന്നത് 300 ഗ്രാം ഐസിങ് ഷുഗറും 1.5 ടേബിൾ സ്പൂൺ ബട്ടറും 2.5 ടേബിൾ സ്പൂൺ സാധാരണ വെള്ളവുമാണ്. ഞാൻ സാധാരണ പാലാണ് ഒഴിക്കാറ്. പക്ഷേ ഇത് കൊറിയറിൽ ഇരുന്ന് അങ്ങ് ചെല്ലുമ്പോഴത്തേക്ക് ചീത്തയായാലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ പാലൊഴിക്കാതെ സാധാരണ വെള്ളം ഒഴിക്കുന്നത്. ഇനിയിപ്പോൾ അതിലോട്ട് ചേർക്കേണ്ട ഒരേ ഒരു കാര്യം കൂടെ ഉള്ളൂ, ഒരു 3-4 ഡ്രോപ്പ് വാനില എസൻസും കൂടെ. വാനില എസൻസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ചെറിയൊരു മണം കൂടെ വരുമ്പോഴത്തേക്ക് ഈ ഒരു ഐസിങ്ങിന് നല്ലൊരു മണമാണ്. ഇത് സിമ്പിളായിട്ടുള്ള ഐസിങ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് വീട്ടിലെയൊക്കെ ആവശ്യത്തിന് പെട്ടെന്ന് ഫ്രോസ്റ്റിംഗ് ഒന്നും അറിയത്തില്ലെങ്കിൽ പോലും ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ ആ റബ്ബർ സ്പാച്ചുല ഉപയോഗിച്ചിട്ട് ആ കേക്കിൻ്റെ മുകളിലോട്ട് കോരി ഒഴിച്ചിട്ട് നമ്മൾ വെറുതെ സ്പൂൺ കൊണ്ടൊന്ന് സ്പ്രെഡ് ചെയ്താലും മതി. അത് കൃത്യം ഒരു ഡിസൈൻ ഒന്നും വേണമെന്നില്ല. വെറുതെ ഇങ്ങനെയൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തേച്ച് ഒരുമാതിരി ഒന്ന് ലെവലാക്കി കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ എന്തെങ്കിലും നല്ല സ്പ്രിങ്കിൾസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ചേർക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി ഒരു കൊച്ചൊരു ബാർ ചോക്ലേറ്റ് മേടിച്ചാൽ അതിൻ്റെ മുകളിലോട്ട് ഗ്രേറ്റ് ചെയ്തിട്ടാലും മതി. ഇപ്പം നമ്മൾ പാത്രത്തിൻ്റെ അളവ് വെച്ചിട്ട് അത് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം ദേ നിങ്ങൾ നോക്കി, എന്ത് നല്ല ടെക്സ്ചറാണ്, എന്ത് സോഫ്റ്റാണ്. കണ്ടാൽ തന്നെ അറിയാമല്ലോ നല്ല മോയ്സ്റ്റുവാണെന്ന്. ഇനി നമ്മൾ ആ കലക്കി വെച്ചിരിക്കുന്ന ആ ഒരു ബട്ടർ ഐസിങ്, ഇത് ശരിക്കും കറക്റ്റായിട്ടുള്ള ബട്ടർ ഐസിങ് അല്ല കേട്ടോ. ഇത് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്ന, വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന, കുറഞ്ഞ ബട്ടറിൻ്റെ അളവ് കൊണ്ട് ചെയ്യാവുന്ന ഒരു ബട്ടർ ഐസിങ് ആണ്. ആവശ്യത്തിന് നമ്മുടെ ഐസിങ് ഷുഗറിൻ്റെ ആ ഒരു മിക്സ് അതിലോട്ട് തേച്ച് കൊടുത്തിട്ട് പാലറ്റ് നൈഫ് കൊണ്ട് അല്ലെങ്കിൽ സ്പൂണ് കൊണ്ട് എന്താ നിങ്ങൾക്ക് ഒരു ഇച്ചിരി ഫ്ലാറ്റായിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് എല്ലായിടവും ഏതാണ്ട് ഒരുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ കണ്ടല്ലോ, ഞാനങ്ങനെ വൃത്തിയായിട്ടൊന്നും അല്ല ചെയ്തിരിക്കുന്നത്. കാരണം ഈ സ്പ്രിങ്കിൾസ് അതിൻ്റെ മുകളിൽ വരുമ്പോഴത്തേക്ക് അറിയുകയില്ല. കുറച്ച് സ്പ്രിങ്കിൾസും കൂടെ അതിൻ്റെ മുകളിൽ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഈ കേക്കിൻ്റെ ലുക്കേ അങ്ങ് മാറും കേട്ടോ. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്കൊക്കെ ആകുമ്പോൾ ഇത് വളരെ ഇഷ്ടപ്പെടുകയും ചെയ്യുമ്പോൾ വെറുതെ പ്ലെയിനായിട്ട് കൊടുക്കുന്നതിലും നല്ലത് എന്തെങ്കിലും മുകളിലൊന്ന് ഇട്ട് കൊടുക്കുന്നത്. ആ വലിയ പീസിലെല്ലാം ഐസിങ് തേച്ച് കഴിഞ്ഞിട്ട് സ്പ്രിങ്കിൾസും ഇട്ടു. അപ്പോൾ ബാക്കി നമ്മൾ വന്ന ചെറിയൊരു പീസ് ഉണ്ടല്ലോ, അതിലും കൂടെ ഇതുപോലെ ഐസിങ് തേച്ച് സ്പ്രിങ്കിൾസ് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അത് പീസസ് ആക്കി നിങ്ങളെ ഒന്ന് കാണിച്ച ശേഷം ആ പ്ലാസ്റ്റിക് പാത്രത്തിൻ്റെ ബാക്കി കുറച്ച് സ്പേസ് ഉണ്ട്, അതിലോട്ട് അങ്ങനെ തന്നെ അങ്ങ് വെക്കുകയാണ്. ഇപ്പം നമ്മുടെ കേക്ക് പീസസ് എല്ലാം നിങ്ങളെ കാണിക്കാനായിട്ട് റെഡിയായിട്ട് പാത്രത്തിലോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അടിപൊളിയായിരിക്കുന്നില്ലേ? നല്ല ബേക്കറിയിലൊക്കെ കിട്ടുന്നത് പോലെ നല്ല ഒന്നാന്തരമായിട്ടുള്ള ചോക്ലേറ്റ് കേക്ക്, അതിലും നല്ലതായിട്ട് ആവശ്യമില്ലാത്ത സാധനങ്ങളൊന്നും ചേർക്കാതെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇനിയിപ്പം ഞാൻ ഇത് പാത്രത്തിലോട്ട് അങ്ങ് മാറ്റുകയാണ്. അപ്പം ആ ഐസിങ് മുകളിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു അലൂമിനിയം ഫോയിലും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്, അല്ലെ ബട്ടർ പേപ്പർ ആയാലും മതി. അപ്പോൾ എൻ്റെ ഈ ചാനലും എൻ്റെ റെസിപ്പിയും ഒക്കെ ആദ്യമായിട്ട് ഇപ്പം കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങളൊന്ന് പോയി ചെക്ക് ചെയ്യണേ. ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഒത്തിരി നല്ല റെസിപ്പികളുണ്ട്. നിങ്ങൾക്ക് ഒരിക്കലും അത് പ്രയോജനം ചെയ്യാതിരിക്കത്തില്ല. അപ്പോൾ സമയം കിട്ടുമ്പോൾ എൻ്റെ റെസിപ്പികളൊക്കെ ഒന്ന് പോയി നോക്കണേ. അപ്പം നമുക്ക് കൂടുതൽ നല്ലൊരു വീഡിയോയുമായിട്ട് നാളെ കാണാം. താങ്ക്